എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഇതാണ് കൊടങ്ങല്. അപ്പൊ കൊടങ്ങലിനെ കൊടവൻ, മുത്തിള്, കരിമുത്തിള്, സലബ്രമി, അങ്ങനെ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. നന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് ഈ കൊടങ്ങൽ എന്ന് പറയുന്നത്. കണ്ട, ഇതിനൊരു ബ്രെയിനിന്റെ ഷേപ്പാണ് ഇതിന്റെ ഇലകൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ മസ്തിഷ്ക സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതിങ്ങനെ നിലത്ത് പറ്റി വളരണ ചെടിയാണ് കേട്ടാ. അപ്പം കണ്ട, ഇതേപോലെയാണ് ഇത് പോണത്. വള്ളി പോലെ ഇങ്ങനെ പടർന്ന് പടർന്ന് പോണ ചെടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നട്ട് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ മൊത്തത്തിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കും. നമുക്കിത് ചട്ടികളിലും ഇതേപോലെ വളർത്താം. കണ്ട, ഇന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ, പറമ്പുകളിലൊന്നും ഇത് കാണാനായിട്ട് പറ്റില്ല. കാരണം ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ഇത് വളർത്തണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കണ്ട ചട്ടികളിലും ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നമുക്ക് നട്ട് വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ദിവസവും ഇത് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കണമൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ചമ്മന്തി അരക്കാനൊക്കെ നല്ലതാണ് ഈ കൊടങ്ങല്. അപ്പൊ കൊടങ്ങലിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ കൊടങ്ങലിന്. അപ്പൊ കൊടങ്ങല് നമുക്ക് വളർത്താനായിട്ട് യാതൊരു പ്രയാസമില്ല. നമുക്ക് ഇതേപോലെ ഈ നമ്മുടെ വീട്ടിലെ ജൈവവളം മാത്രം ഇട്ടിട്ട് നട്ടുകൊടുത്താൽ മതി. ഇതേപോലെ ഒരു വള്ളി നമുക്ക് കണ്ട, ഇതിപ്പോ ഒരു ചെടിയാണ്. ഈ ഒരു ചെടി നട്ടുകൊടുത്തു കഴിഞ്ഞാല് ഇതിങ്ങനെ പടർന്ന് 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 ഇഷ്ടം പോലെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നടാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഈ കൊടങ്ങല്. അപ്പൊ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ബ്രഹ്മി പോലെ തന്നെ കഴിവുള്ള ഒരു ചെടിയാണ് ഈ കൊടങ്ങല്. അപ്പൊ ഇതിന്റെ ഇലകള് നമുക്ക് വെറുതെ ചവച്ചരച്ച് കഴിച്ചാല് ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കാനായിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് കാരണമായ വൈറസിനെ ചെറുക്കാനൊക്കെ ഉള്ള കഴിവുണ്ട് ഇതിന്. അതേപോലെ പാട്ടൊക്കെ പാടണ കുട്ടികൾക്കില്ലേ, ശബ്ദം മാധുര്യം ലഭിക്കാനായിട്ട് ഇതിന്ന് 1 or 2 ഇലകൾ എടുത്തിട്ട് കുരുമുളക് വെച്ച് ചവച്ചരച്ച് കഴിക്കണത് നല്ലതാണ്. പിന്നെ നമുക്കിതിന്റെ തളിരില കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പ്രമേഹത്തെ നിയന്ത്രിക്കാൻ നല്ലതാണ്. രക്തധമനികളിലെ ബ്ലോക്ക് മാറാനായിട്ട് ഇത് നല്ല ഫലപ്രദമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ 1 ounce നീരെടുത്ത് കുട്ടികൾക്ക് കൊടുക്കണത് ബുദ്ധി വളർച്ചക്ക് നല്ലതാണ്. പിന്നെ പച്ചമഞ്ഞളിന്റെ നീരും ഇതിന്റെ ഇലയും കൂടെ ചേർത്ത് കുട്ടികൾക്ക് നൽകിയാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ ഇത് യൗവനം നിലനിർത്താൻ വേണ്ടി നല്ലതാണ് കൊടങ്ങല്. മുലപ്പാല് വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ഇതിന്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നല്ലതാണ്. അപ്പൊ ഇത് നമുക്ക് സമൂലം കഷായം വെച്ച് കഴിക്കണത് കരളിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ഇതിന്റെ നീരില്ലേ, സന്ധികളിൽ വേദന ഉണ്ടാക്കണമ്പോഴൊക്കെ നമുക്ക് വേദനക്കൊക്കെ നല്ലതാണ് കേട്ടാ. മസ്തിഷ്ക രോഗങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ല, ഇതിന്റെ ഇലയുടെ ആകൃതി കണ്ട നമ്മുടെ തലച്ചോറ് പോലെ ഇരിക്കണത് കൊണ്ട് തന്നെ മസ്തിഷ്ക രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് നാഡി സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതേപോലെ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. മൂത്രത്തിൽ കല്ലിന് നല്ലതാണ്. മൂത്രത്തിൽ പഴുപ്പിനൊക്കെ നല്ലതാണ്. അപ്പൊ നമുക്ക് ഇത്രയും ഗുണങ്ങളുള്ള ഈ കൊടങ്ങല് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ന് കിട്ടുള്ളൂ. ഈ കൊടങ്ങൽ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ടാണ്ട് നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്തി ഇതേപോലെ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നിൽക്കണുണ്ടല്ലോ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടാ. ഇത് നമുക്ക് ചട്ടികളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഡെയിലി നമുക്ക് ഇതിന്റെ ഇലകൾ എടുത്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ നീരെടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ചമ്മന്തിയിലും ദോശയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എങ്ങനെയെങ്കിലും നമുക്ക് അകത്ത് ചെന്നാൽ നമുക്ക് ചമ്മന്തി അരക്കാനോ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയിൽ ചേർത്തോ ഇഡ്ഡലി ചേർത്തോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ കറികളിലെല്ലാം ചേർത്ത് നമുക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഇല വെറുതെ ചവച്ചരച്ച് രാവിലെ തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പൊ ഇതാണ് പറമ്പുകളിലൊക്കെ നമ്മ സാധാരണ കാണുന്ന കൊടങ്ങല്. കണ്ട, ഇതാണ് ഇതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ ചെറുതായിരിക്കുള്ളൂ. ഇത് പറമ്പിലൊക്കെ ഇങ്ങനെ കണ്ട പടർന്ന് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കണ്ട, ഇതും ഇങ്ങനെ വള്ളി പോലെ പടർന്ന് പോണതാണ് ഈ കൊടങ്ങലും. അപ്പൊ നമ്മ ആദ്യം കാണിച്ച കൊടങ്ങൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര റെയറായിട്ടുള്ള കൊടങ്ങലാണ്. അത് നല്ല വലിപ്പമുള്ള ഇലകളൊക്കെയാണ്. നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ കൊടങ്ങലാണ്. ഇതിങ്ങനെ തറയിൽ ഇങ്ങനെ പറ്റി ചെറുതായിട്ടാ വളരുള്ളൂ. അപ്പൊ ഇതിന്റെ ഇലകൾ എന്നൊക്കെ പറഞ്ഞാൽ കണ്ട കുറെ വേണം നമുക്ക് ഇലയിട്ട് ഉപയോഗിക്കണമെങ്കിൽ. മറ്റേതാണെങ്കിൽ വലിയ ഇല കാരണം നമുക്ക് കുറച്ച് ഇലയൊക്കെ മതി. അപ്പൊ 3 തരം മുത്തുകളുണ്ട്. അപ്പൊ 2 തരം മുത്തുകൾ നമ്മ കണ്ടല്ല. ഇതാണ് 3ാമത്തെ തരം മുത്തുകൾ. ഇതിനെയാണ് താമര മുത്തുകൾ എന്ന് പറയണ. കണ്ട, താമരയുടെ ഇല പോലെ തന്നെയാണ് ഇത് ഇരിക്കണത്. ഇതും നമുക്ക് എല്ലാത്തിനും ഗുണം ഒന്ന് തന്നെയാണ്. കണ്ടത് ഞാൻ നട്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ചീരയൊക്കെ നടണ പരന്ന ഗ്രോ ബാഗിലാണ് നട്ടേക്കണ. കണ്ട, നിറച്ച് ഉണ്ടായി നിക്കണ്ട്. കണ്ട, അപ്പൊ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയല്ലേ കാണാൻ തന്നെ.
നല്ലൊരു ചെടിയായിട്ട് നമുക്ക് വളർത്തി ഇതുമേല് കണ്ട ഇതേപോലത്തെ പൂക്കളൊക്കെ ഉണ്ടാവും കണ്ട ഭംഗിയുള്ള പൂക്കളും ഉണ്ട്. പിന്നെ ഇലകള് നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഇതേപോലെയൊക്കെ നട്ട് വളർത്തി കഴിഞ്ഞാല് നമുക്ക് ഈ മുത്തുകള് നമ്മുടെ വീട്ടില് ഡെയിലി നമുക്ക് ഭക്ഷണത്തിൽ നമുക്ക് ചേർത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. കണ്ട നന്നായിട്ട് തന്നെ വളരണ മുത്തുകളാണ് ഇത്. ഈ മുത്തുകള് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. കണ്ട ഇതാണ് താമര മുത്തുകള്. അപ്പൊ നമുക്ക് ഈ മുത്തുകളെല്ലാം തന്നെ നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ കണ്ട ഇതേപോലെ നട്ട് വളർത്താൻ യാതൊരു വളപ്രയോഗത്തിന്റെ ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് മുത്തുകള്. നമ്മുടെ പറമ്പില മണ്ണ് മാത്രം വാരി നിറച്ച് നട്ടാൽ മതി. പിന്നെ വേറെ പരിചരണങ്ങളോ വളങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാവരും മുത്തുകളൊക്കെ വീട്ടിൽ നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.